വയനാട് വന്യജീവി ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സിറോ മലബാർ സഭ. ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ മാത്രമല്ല, ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും സകലമാന വന്യജീവികളുടെയും ഇടയിലാണ് വയനാട്ടുകാർ ജീവിക്കുന്നതെന്ന് തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. കർഷകർക്കെതിരെ എടുത്ത കേസ് പിൻവലിച്ച് സർക്കാർ മാപ്പ് പറയണം. വോട്ട് ചോദിച്ചാരും വരേണ്ടെന്നും ആർച്ച് ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനത്തിലായിരുന്നു സർക്കാരിനും വനംവകുപ്പിനും മുഖ്യമന്ത്രിക്കുമെതിരെ പാംബ്ലാനിയുടെ രൂക്ഷ വിമർശനം. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ആളാണ് മുഖ്യമന്ത്രിയെങ്കിൽ വന്യമൃഗങ്ങൾക്കിടയിലൂടെ വന്നവരാണ് മലയോര കർഷകരെന്ന് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. അതിനിടെ വനംവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും ഉദ്ഘാടന സമ്മേളനത്തിൽ രൂക്ഷ വിമർശനവും നടത്തി പാംബ്ലാനി. ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെയാ ഞാൻ നടന്നു വന്നത് എന്ന് ഇതായി മലയോര ജനത പറയുന്നു. ഞങ്ങള് ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല, ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും സകലമാന കടുവായുടെയും പുലിയുടെയും ഇടയിലൂടെയാണ് ഈ 80 കൊല്ലം ഈ വയനാട്ടിൽ ജീവിച്ചത് എങ്കിൽ ഇനിയും ഞങ്ങൾ അത് ജീവിക്കും. പുൽപ്പള്ളി പ്രതിഷേധത്തിൽ കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചാലും തങ്ങളെ സമീപിക്കരുതെന്നും പാംബ്ലാനി വ്യക്തമാക്കി. കർഷകർക്കെതിരായെടുത്ത കേസുകൾ പിൻവലിക്കുക മാത്രമല്ല, അപ്രകാരം കേസെടുത്തത് തെറ്റിപ്പോയി എന്ന് ഈ മലയോര ജനതയോട് മാപ്പ് പറയാത്തിടത്തോളം കാലം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തേടി ആരും വരേണ്ടതില്ല. പ്രകടന പത്രികളെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും വയനാട്ടിൽ നിന്ന് ഒരു കർഷക പ്രതിനിധിയെ ഇത്തവണ ലോക്സഭയിലേക്ക് അയക്കണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. വൈകിട്ട് 3 മണിയോടുകൂടി കൽപ്പറ്റയിൽ ആരംഭിച്ച പ്രതിഷേധ ജ്വാലയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. റിപ്പോർട്ടർ, വയനാട്.